സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. കൂട്ട് ഭാഗം 9. എന്തിനാണ് പ്രേമിയെ നിങ്ങൾ കാണുന്നത്? ഉള്ളിൽ പതഞ്ഞു വരുന്ന രോഷത്തിന്റെ കയ്പ് പുറത്തേക്ക് വരാതെ നിയന്ത്രിച്ച് ഹെറോൾഡിന്റെ മുഖത്തേക്ക് ദീപക് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ഐ വാണ്ട് ടു ടോക്ക് ടു ഹെർ. ശാന്തമായ സ്വരമായിരുന്നു ഹെറോൾഡിന്റേത്. യൂണിഫോം ധരിച്ച വെയിറ്റർ 2 കപ്പ് കാപ്പി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ഒരു ചെറിയ പ്ലേറ്റിൽ 2 വെള്ളി സ്പൂണുകളും ഷുഗർ ക്യൂബുകളും. അതിന് എന്റെ സഹായമതിനാണ് ഹെറോൾഡ്. നിങ്ങൾക്ക് ചെന്ന് അവളെ കാണാമല്ലോ. ദിസ് ഈസ് എ ഫ്രീ കൺട്രി. ദീപകിന്റെ സ്വരത്തിൽ പരിഹാസത്തിന്റെ ധ്വനിയുണ്ടായിരുന്നു. സ്പൂണിൽ 2 പഞ്ചസാരക്കട്ടകൾ എടുത്ത് ഹെറോൾഡ് മെല്ലെ സ്വന്തം കപ്പിലേക്കിട്ട് കാപ്പി മെല്ലെ ഇളക്കി. വേണമെങ്കിൽ പ്രേമിയുടെ ഓഫീസിലേക്ക് എനിക്ക് ചെല്ലാം. പക്ഷെ എന്നോട് സംസാരിക്കാൻ പ്രേമി തയ്യാറായെന്ന് വരില്ല. അതുമാത്രമല്ല, ഓഫീസ് ഈസ് ദ ലീസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ പേഴ്സണൽ ടോക്ക്. ടെൽ മീ വാട്ട് യു വാണ്ട്. ദീപക് അക്ഷമനായി. ഞാൻ അതിലേക്കാണ് വരുന്നത്. കാപ്പി തണുക്കും, കുടിക്കൂ. ദീപക് കാപ്പിയിലേക്ക് 2 കഷ്ണം പഞ്ചസാരക്കട്ടകൾ ഇട്ടു. പ്രേമി ഇപ്പോൾ നിങ്ങളോടൊപ്പമാണല്ലേ താമസം? നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവിടെ വന്ന് അവളെ കാണാൻ പറ്റില്ലല്ലോ. എന്നോടൊപ്പമല്ല അവൾ താമസിക്കുന്നത്. ഞാനും എൻ്റെ വൈഫിനോടൊപ്പമാണ്. ദീപക് പെട്ടെന്ന് തിരുത്തി. ഞാനത് തന്നെയാണ് മീൻ ചെയ്തത്. നിങ്ങൾ പെർമിഷൻ തന്നാലും പ്രേമി നിങ്ങളെ കാണാൻ വില്ലിങ് അല്ലെങ്കിലോ? യെസ്, അതിനാണ് സാധ്യത. അതുകൊണ്ടാണ് ദീപക് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞത്. ഹെറോൾഡ് കാപ്പിയെടുത്ത് അല്പം കുടിച്ചു. ദീപക് അയാളുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുക്കാതെയിരുന്നു. വാട്ട് ഹെൽപ്പ്? എന്നോട് അല്പം ദയ കാണിക്കാൻ അവളോട് പറയണം. ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കണമെന്ന്. ദീപക് പറഞ്ഞാൽ അവൾ അനുസരിക്കും. ഹൗ ഡു യു നോ? ഐ നോ. ബിക്കോസ് യു ആർ ദ ഹബ്ബി ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ ക്യാൻ ടേൺ ഡൗൺ യുവർ റിക്വസ്റ്റ്. നോ, ഐ ക്യാൻറ്റ്. പ്രേമിയുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ ഫോർഗിവ് യു. ദീപക് പറഞ്ഞു. അവളെനിക്ക് മാപ്പ് തരില്ല. ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. ബട്ട് ഐ വാണ്ട് ടു മേക്ക് എ കൺഫെഷൻ. അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവളെനിക്ക് മാപ്പ് തരണമെന്നില്ല. പക്ഷേ എന്റെ മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി. ഹെറോൾഡ്, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ അവൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവളാണ്. നിങ്ങളില്ലാത്തൊരു ജീവിതം അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കഷ്ടിച്ചാണ് അവൾ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത്. ഐ നോ, ഐ നോ. ആ ഓർമ്മയിൽ ഹെറോൾഡ് അസ്വസ്ഥനായി. അവൾ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് ഇപ്പോൾ പഴയ പ്രേമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈക്യാട്രിസ്റ്റ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇനി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ വീണ്ടും അവളുടെ മെന്റൽ ബാലൻസ് തകരാറിലാകും. ദീപക് ദയനീയ ഭാവത്തിൽ ഹെറോൾഡ് അയാളെ ഒന്ന് നോക്കി. യെസ്, നെവർ ട്രൈ ടു കോണ്ടാക്ട് ഹെർ അഗെയിൻ. വീണ്ടും പ്രേമിയുടെ മനസ്സ് താറുമാറായാൽ എന്റെ വൈഫിന് അത് താങ്ങാൻ പറ്റില്ല. അത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ ഞാൻ നിങ്ങൾക്ക് കൂട്ടുനിൽക്കുകയുമില്ല. ഹെറോൾഡ് ഒരു നിമിഷം തലകുമ്പിട്ടിരുന്നു. അയാളുടെ സഹതാപമല്ല, വിദ്വേഷമാണ് ദീപകിന് അനുഭവപ്പെട്ടത്. ഇനിയും പ്രേമിയോട് ഇവൻ അടുപ്പം കൂടാൻ ചെന്നാൽ ഐ വിൽ കിൽ ദിസ് ബാസ്റ്റാർഡ്. അറിയാതെ ദീപകിന്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഓക്കെ, പ്രേമിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ കാണുകയില്ല. ബട്ട് യു ഷുഡ് ടോക്ക് ടു ഹെർ. എന്റെ ആഗ്രഹം അവളെ അറിയിക്കണം. അവൾ സമ്മതിച്ചാൽ മാത്രം. എന്നിട്ട് കണ്ടാൽ മതി എനിക്ക്. അതിൽ തെറ്റില്ലെന്ന് ദീപകിന് തോന്നി. ശരി, ഞാൻ പ്രേമിയോട് ഇക്കാര്യം സംസാരിക്കാം. അവൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അവളെ കാണാം. അല്ലെങ്കിൽ നെവർ മേക്ക് എ ട്രൈ. ഇല്ല ദീപക്, ഇഫ് ഷീ ഡു നോട്ട് വാണ്ട് ടു സീ മീ, ഇറ്റ് ഈസ് എ ക്ലോസ് ചാപ്റ്റർ. ഹെറോൾഡ് സമ്മതിച്ചു. ഒറ്റ വെറുപ്പിന് ദീപക് കാപ്പി വലിച്ചു കുടിച്ചു. എന്നിട്ട് പോകാനായി എഴുന്നേറ്റു. പ്രേമിയോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കുമോ? പ്രതീക്ഷയോടെ ഹെറോൾഡ് അയാളെ നോക്കി. ഐ വിൽ കോൾ യു. ടുമോറോ? നോ, ഇന്ന് ചെല്ലുമ്പോൾ ചോദിക്കില്ല. അവളുടെ മൂഡ് നോക്കി സംസാരിക്കാനേ പറ്റൂ. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ്. കൃത്യമായ ഒരു ഉത്തരം ദീപക് കൊടുത്തില്ല. മതി, 2-3 ദിവസത്തിനുള്ളിൽ. ഐ ക്യാൻ വെയിറ്റ്. ഓഫീസിൽ കുറച്ച് വർക്ക് പെൻഡിംഗ് ഉണ്ട്. ഐ തിങ്ക് ഐ ഷുഡ് ലീവ് ഇമ്മീഡിയറ്റ്ലി. ഹെറോൾഡ് പെട്ടെന്ന് എഴുന്നേറ്റു. താങ്ക്സ് ഫോർ കമ്മിങ്. ഐ വിൽ എക്സ്പെക്ട് യുവർ കോൾ. ഐ വിൽ കോൾ യു. ദീപക് തിടുക്കത്തിൽ കോഫി ഷോപ്പിൽ നിന്നിറങ്ങി. അവൻ ഇനിയും അവളോട് ചങ്ങാത്തം കൂടണമെന്ന്. ഡേർട്ടി സൺ ഓഫ് എ. കാറിൽ കയറി അയാൾ ഓഫീസിലേക്ക് ഓടിച്ചുപോയി. അന്ന് പതിയിലും നേരത്തെ അയാൾ ഫ്ളാറ്റിലെത്തി. 6 മണിയെങ്കിലും ആകാതെ പ്രേമിയും ശർമിളയും എത്തില്ല. എന്നിട്ട് എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് അവർ വരുള്ളൂ. മണി ഇപ്പോൾ 5. അവർ വരുന്നതിന് മുമ്പ് കുറച്ച് ക്ലീനിങ് നടത്താമെന്ന് അയാൾ വിചാരിച്ചു. ഡ്രസ്സ് മാറിയിട്ട് വാക്വം ക്ലീനറുമായി അയാൾ ബെഡ്റൂമിലേക്ക് ചെന്നു. 8ാമത്തെ നിലയായതുകൊണ്ട് പൊടിയുടെ ശല്യം വലുതായിട്ടില്ല. ക്ഷുദ്രജീവികളും കുറവാണ്. ബെഡ്റൂമും ലിവിംഗ് റൂമും വൃത്തിയാക്കി കഴിഞ്ഞ് അയാൾ പ്രേമിയുടെ മുറിയുടെ വാതിലെത്തി. അത് അടഞ്ഞെടുക്കുകയായിരുന്നു. അയാൾ ഡോർ ഹാൻഡിലിൽ പിടിച്ച് മെല്ലെ തിരിച്ചു. അത് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അയാൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി ചെന്നു. പെട്ടെന്ന്
പ്രേമിയുടെ ലഹരി പിടിപ്പിക്കുന്ന ഒരു ഗന്ധം വന്ന് അയാൾ ആശ്ലേഷിച്ചു. അയാൾ കണ്ണുകളടച്ച് ഒരു നിമിഷം നിന്നു. അവൾ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുന്നതും പിൻകഴുത്തിൽ ചുണ്ടുകൾ ഉരസുന്നതും അയാൾ സങ്കൽപ്പിച്ചു. പ്രേമി. അയാൾ മെല്ലെ അവളുടെ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. ബെഡിൽ അവളുടെ വസ്ത്രങ്ങളും അടിയുടുപ്പുകളും കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നിലും സ്പർശിക്കാതെ ഫർണിച്ചറും ഫ്ലോറും മാത്രം വൃത്തിയാക്കി. എല്ലാം കഴിഞ്ഞ് കുളിച്ച് വേഷം മാറ്റി ബാൽക്കണിയിൽ വന്ന് നിന്നുകൊണ്ട് നഗരം കാണുമ്പോഴാണ് ഡോർബെൽ മുഴങ്ങിയത്. അവർ വന്നു. അയാൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. വെളിയിൽ ഷർമിളയും പ്രേമിയും നിൽക്കുന്നുണ്ടായിരുന്നു. ദീപക്, നീ നേരത്തെ എത്തിയോ? ഷർമിള ചോദിച്ചു. 5 മണിക്ക്. അവർ അകത്തേക്ക് കയറി. എന്തൊരു സുഖമുള്ള ജോലി. ഇഷ്ടമുള്ളപ്പോ പോയാൽ മതി. തോന്നുമ്പോ വീട്ടിൽ വരാം. ഒരു ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല. കളിയായി പ്രേമി പറഞ്ഞു. അതെ, ഓരോ മാസവും ടാർഗറ്റ് ഒപ്പിക്കാൻ ബാക്കിയുള്ളവർ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ പാഞ്ഞു നടക്കുന്നതും ആരുടെയൊക്കെ കാല് പിടിക്കുന്നുണ്ടെന്നും ആർക്കും അറിയില്ലല്ലോ, ദീപക് പറഞ്ഞു. ടാർഗറ്റ് ഒപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മാസം അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ. അത് സത്യം. പ്രേമിയും ഷർമിളയും തളർച്ചയോടെ സിറ്റിയിലേക്കിരുന്നു. ഇന്ന് ഷോപ്പിംഗ് ഇല്ലായിരുന്നോ? അയാൾ തിരക്കി. ഞാൻ സജസ്റ്റ് ചെയ്തതാ, പക്ഷേ ബർത്ത്ഡേ സ്നേഹം കാരണം ഇവൾ സമ്മതിച്ചില്ല, പ്രേമി പറഞ്ഞു. മനസ്സിലാകാത്ത മട്ടിൽ അയാൾ അവളെ ഒന്ന് നോക്കി. ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പം വൈഫ് വെളിയിൽ ചുറ്റിയെടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് വെറുതെ ദീപക്, ഞാനാ പറഞ്ഞത് ചില സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന്. അപ്പം ഇവൾ പറഞ്ഞു നമുക്ക് നാളെ മേടിക്കാൻ വേണ്ടി. ദീപക് അവിടെ തനിച്ചിരുന്ന് ബോറടിക്കില്ല എന്ന്. അയാൾ പ്രേമിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ കൊണ്ട് ചിരിച്ചു. പ്രേമിക്ക് അപ്പോൾ ഒരു കോൾ വന്നു. ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തുകൊണ്ട് അവൾ ബെഡ്റൂമിലേക്ക് പോയി. ഷർമിള ബെഡ്റൂമിലേക്ക് നടന്നപ്പോൾ അയാളും കൂടെ ചെന്നു. ഹെറോൾഡിനെ കണ്ട കാര്യം അവളോട് പറയണമെന്ന് അയാൾ ഒന്ന് സംശയിച്ചു. പറയാതിരിക്കുന്നതാണ് നല്ലത്. അവൾ പ്രേമിയോട് പറയും. അത് വേണ്ട. വേഷം മാറ്റിയിട്ട് അന്ന് പ്രേമിയും ഷർമിളയും കിച്ചണിൽ അത്താഴമുണ്ടാക്കാൻ ആരംഭിച്ചു. ദീപക് ടിവിയുടെ മുമ്പിലിരുന്നു. കൂട്ടുകാരികൾ രണ്ടുപേരും വാതോരത്തിൽ സംസാരിക്കുന്നത് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. 8 മണിയായപ്പോൾ ഷർമിള വന്നു. കഴിഞ്ഞോ? അയാൾ ചോദിച്ചു. ഇനി സ്വല്പം ബാക്കിയുണ്ട്. അത് അവൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കുളിച്ചിട്ട് വരാം. പെട്ടെന്ന് ദീപകിന്റെ ശരീരം ഒന്നുണർന്നു. ശരി, പോയിട്ട് വാ, TV സ്ക്രീനിൽ കണ്ണു നട്ട് അയാൾ പറഞ്ഞു. ഷർമിള ബെഡ്റൂമിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ബാത്റൂമിന്റെ വാതിലടയുന്ന ശബ്ദം അയാളുടെ കാതുകൾ പിടിച്ചെടുത്തു. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. പ്രേമി കിച്ചണിൽ തന്നെയുണ്ട്. അയാൾ വേഗം അങ്ങോട്ട് ചെന്നു. സ്റ്റൗവിൽ എന്തോ ചൂടാക്കാൻ വെച്ചിട്ട് ഏതോ പാട്ട് മൂളിക്കൊണ്ട് അത് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അയാൾ അവളെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ദീപക്, എന്തായത്? എന്താണെന്ന് മനസ്സിലായില്ലേ? നോ, വേണ്ട, വീടെന്നെ. അവൾ പ്രതിഷേധിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിലും അയാളുടെ കൈകൾക്കുള്ളിൽ നിന്ന് മോചിതയാകാൻ അവൾ ശ്രമിച്ചില്ല. തള്ളി മാറ്റിയതുമില്ല. ഷർമി ബാത്റൂമിലാണ്, അയാൾ അവളുടെ ചെടിയിൽ പറഞ്ഞു. ഇതൊന്നും ശരിയല്ല ദീപക്. ശരികൾ മാത്രം ചെയ്തുകൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അയാൾ അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. വേണ്ട, വിയർപ്പാണ്. അയാൾ അത് ചെവി കൊണ്ടില്ല. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അയാൾക്ക് അഭിമുഖമായി നിന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. അവളെ കൈകൾക്കുള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. എന്താണ്? നീ ഹെറോൾഡിനെ കുറിച്ച് ഓർക്കാറുണ്ടോ? അവനെനിക്ക് എന്നെ മറക്കാൻ പറ്റും. ആ മറുപടിയായിരുന്നില്ല ദീപക് പ്രതീക്ഷിച്ചത്. അയാൾക്ക് ദേഷ്യവും നിരാശയും അനുഭവപ്പെട്ടു. യു സ്റ്റിൽ ലവ് ഹിം? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ? എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള, ഒരുപാട് സന്തോഷവും ആനന്ദവും തന്നിട്ടുള്ള പുരുഷനാണ് ഹാരി. ഒരു പെണ്ണിനും അങ്ങനെയുള്ള ഒരു പുരുഷനെ മറക്കാൻ പറ്റില്ല. ഐ വാണ്ട് എ ഡെഫിനറ്റ് ആൻസർ. ഡു യു സ്റ്റിൽ ലവ് ഹിം? വിൽ യു ഫോർഗിവ് ഹിം ഇഫ് ഹി കം അഗെയിൻ ആൻഡ് മേക്ക് എ കൺഫെഷൻ? പ്രേമി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വെറുതെ. എനിക്ക് നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടോ? ഇല്ല. ഫോണിൽ സംസാരിച്ചോ? നോ. നിന്റെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ ചോദിച്ചു. അത്രയുള്ളൂ. അവളൊന്ന് ആലോചിച്ചു. ഐ ഡോണ്ട് നോ ദീപക്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചില നേരങ്ങളിൽ എനിക്ക് എന്നെ തന്നെ പിടികിട്ടില്ല. വിചാരിക്കാത്തതൊക്കെ ഞാൻ ചെയ്തു പോകും. അന്ന് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ ഞാൻ അവനെ അറ്റാക്ക് ചെയ്തില്ലേ? ഒരിക്കലും ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ദീപക് മിണ്ടിയില്ല. അതേക്കുറിച്ച് ഓർത്തപ്പോൾ പിന്നെ എനിക്ക് കരച്ചിൽ വന്നു. അവൻ എന്നെ വിട്ടുപോയെങ്കിൽ അവന് അവൻ്റെതായ റീസൺസ് കാണും. എല്ലാവർക്കും എന്തു ചെയ്യുമ്പോഴും അവരുടേതായ ന്യായീകരണങ്ങൾ കാണില്ലേ? അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നിനക്ക് പോലും? അവൾ മെല്ലെ അയാളുടെ കൈകൾ എടുത്തു മാറ്റി. ഓരോന്നൊക്കെ ഓരോ സമയത്ത് സംഭവിക്കും.
നമുക്കതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ദീപക്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പ്രേമി കിച്ചണിൽ നിന്നിറങ്ങിപ്പോയി. അയാൾ മെല്ലെ ലിവിംഗ് റൂമിലേക്ക് മടങ്ങി. 2 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഹെറോൾഡിനെ കുറിച്ച് ദീപക് ഓർക്കാതിരുന്നില്ല. പക്ഷെ അയാൾ ഹെറോൾഡിനെ വിളിച്ചതേയില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ദീപക്കിന് അയാളുടെ കോൾ വന്നു. ഒന്നും അടിച്ചെങ്കിൽ ദീപക് കോൾ എടുത്തു. ഹലോ ഹെറോൾഡ്. ദീപക് ഫ്രീ ആണോ ഇപ്പോൾ? ഓഫീസിലാണ്. അത് സാരമില്ല. പലവട്ടം ആലോചിച്ചതാണ് ഹെറോൾഡിനെ വിളിക്കാൻ. പക്ഷേ നിരാശപ്പെടുത്താൻ തോന്നിയില്ല. അതുകൊണ്ടാണ്. ഹെറോൾഡ് പെട്ടെന്ന് നിശബ്ദനായി. അന്ന് തന്നെ ഞാൻ പ്രേമിയോട് പറഞ്ഞു നമ്മൾ തമ്മിൽ കണ്ട കാര്യം. പക്ഷെ അവൾ ഒരു താല്പര്യവും കാണിച്ചില്ല. എന്നെ കാണാൻ പറ്റില്ല എന്നവൾ പറഞ്ഞോ? ഹെറോൾഡ് ചോദിച്ചു. യെസ്, ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്ക് വെറുപ്പാണ് നിങ്ങളോട് അവൾക്ക്. നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് കാരണം അവൾ ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങോട്ട്? അത് പറഞ്ഞില്ല. കർണാടകയിൽ അവളുടെ ആന്റിക്ക് ഒരു കവുങ്ങിൻ തോട്ടമുണ്ട്. അവർ അവളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിർമ്മല ആന്റി? അതെ, എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട് നിർമ്മല ആന്റിയെക്കുറിച്ച്. പ്രേമിയുടെ പേരിൽ ആന്റി വില്ലുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. സോ ഇഫ് യു ഹാഡ് എവർ ലെഫ്റ്റ് ഹർ, ലീവ് ഹർ അലോൺ ഫോർ ഗോഡ് സേക്ക്. താങ്ക് യു ദീപക്, താങ്ക് യു. ഹരോൾഡ് കോള് കട്ട് ചെയ്തു. ദീപക് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ സമയത്ത് പ്രേമി കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ണുനട്ട് ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മേശയുടെ മുമ്പിലുള്ള കസേരയിൽ ആരോ വന്നിരുന്നതുപോലെ അവൾക്ക് തോന്നി. എക്സ്ക്യൂസ് മീ. അവൾ മുഖമുയർത്തി നോക്കി. ഹെറോൾഡ് അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പ്രേമി ഒന്ന് പകച്ചു. ഹെറോൾഡിനെ വീണ്ടും കാണേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, പ്രത്യേകിച്ചും ഓഫീസിൽ വെച്ച്. അവൾ പെട്ടെന്ന് ഗൗരവത്തിന്റെ മുഖംമൂടി അണിഞ്ഞു. യെസ്? അവൾ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് 2 tickets ടു പനജി ദിസ് മന്ത് ആൻഡ് പ്രോബബ്ലി 28th or 9th. അയാൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു. ഡെസ്ക്ടോപ്പിൽ അവൾ ടിക്കറ്റിന്റെ ലഭ്യത 28നും 29നും പരിശോധിച്ചു. 2 ദിവസങ്ങളിലും സീറ്റുണ്ട്. വിച്ച് ക്ലാസ്, എക്കോണമി ഓർ ബിസിനസ്? അവൾ മുഖമുയർത്തി നോക്കി. എക്കോണമി, അയാൾ പറഞ്ഞു. മുമ്പത്തേതിലും സുന്ദരനായിട്ടുണ്ട് ഹെറോൾഡ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് തോന്നി. ഹാൻസം ഡെവിൾ. കീർത്തിയും വിവേകമൊക്കെ അത്ഭുതത്തോടെ ഹെറോൾഡിനെ നോക്കുന്നുണ്ടെന്ന് കാണാതെ തന്നെ പ്രേമിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പണ്ട് പലതവണ ഹെറോൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഹെറോൾഡിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. ഹാൻസം ഗായ്. വിജയ് മോഹൻ സാർ പറഞ്ഞിട്ടുമുണ്ട്. സീറ്റ്സ് ആർ അവൈലബിൾ ഓൺ ബോത്ത് ഡേയ്സ്. അവൾ പറഞ്ഞു. 29th ഫ്രൈഡേ അല്ലേ? അന്നത്തേത് മതി. അവൾ ഒരു പ്രിന്റഡ് കാർഡ് എടുത്ത് അയാൾക്ക് കൊടുത്തു. പ്ലീസ് ഫിൽ ദ നെയിംസ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. അയാൾ പേനയ്ക്ക് വേണ്ടി പോക്കറ്റിൽ തപ്പി. അവൾ ഒരു ബോൾ പെൻ എടുത്ത് മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. ഇടത് കൈകൊണ്ട് അയാൾ പേരും അഡ്രസ്സും ഒക്കെ എഴുതാൻ തുടങ്ങി. ഏതോ ഒരു കസ്റ്റമർ ഗോവയിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നു. അത്രയുള്ളൂ. അവൾ വിശ്വസിക്കാൻ ശ്രമിച്ചു. ഇയാൾ ആരുമല്ല, വെറും ഒരു കസ്റ്റമർ മാത്രം. ഹെറോൾഡ് കാർഡിൽ വിവരങ്ങൾ എഴുതുന്നത് ശ്രദ്ധിക്കാതെ അവൾ നെറ്റിൽ വെറുതെ തിരയുന്ന മട്ടിലിരുന്നു. ഒടുവിൽ കാർഡ് അയാൾ അവൾക്ക് നീട്ടി. അവളത് നാക്കി നോക്കി. എഡ്വേർഡ് ആൻഡ് കാതറിൻ. എഡ്വേർഡിനെ ഒരിക്കൽ ഹെറോൾഡ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹെറോൾഡിന്റെ കസിനാണ്. കറുത്ത് നല്ല ഉയരമുള്ള ചെറുപ്പക്കാരൻ. ഏതോ കപ്പലിൽ സ്റ്റുവാർഡാണെന്നാണ് അന്ന് പറഞ്ഞത്. എഡ്ഡി ഗോട്ട് മാരീഡ് ലാസ്റ്റ് വീക്ക്. വി ആർ ഓഫ് സെയിം ഏജ് ആൻഡ് കാതറിൻ ഈസ് ഫ്രം തങ്കശ്ശേരി. അയാൾ പറഞ്ഞത് കേട്ടില്ലെന്ന മട്ടിൽ പ്രേമി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഹണിമൂൺ ട്രിപ്പ് അവർ പ്ലാൻ ചെയ്തപ്പോൾ ഞാനാണ് ഗോവ സജസ്റ്റ് ചെയ്തത്. ഐ തോട്ട് അബൌട്ട് യു. ഹോട്ടൽ വേണ്ട, യു ക്യാൻ അറേഞ്ച് സം ഹോം സ്റ്റേ ഫോർ ദം. അയാൾ പറഞ്ഞു. ഇൻ വിച്ച് റേഞ്ച്? ചോദിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസത്തെ താമസത്തിന് എത്ര പണം വരെ മുടക്കാൻ പറ്റും എന്നറിഞ്ഞിട്ട് വേണമല്ലോ ഏത് നിലവാരത്തിലുള്ള മുറികളാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. ദേ നീഡ് ഓൺലി മിഡിൽ ലെവൽ അക്കോമഡേഷൻ. പെട്ടെന്ന് ഹെറോൾഡ് പറഞ്ഞു. ഫോർ ഹൗ മെനി ഡേയ്സ് ആൻഡ് നൈറ്റ്സ്? 3 days and 2 nights. അയാൾ പറഞ്ഞു. അവൾ മെല്ലെ തലകുലുക്കി. ചാർജുകളെല്ലാം കണക്ക് കൂട്ടി അവൾ മൊത്തത്തിലുള്ള തുക പറഞ്ഞു. ഹൗ വിൽ യു പേ? ക്യാഷ്, ചെക്ക് ഒരു ബാങ്ക് ട്രാൻസ്ഫർ? അവൾ തിരക്കി. ബാങ്ക് ട്രാൻസ്ഫർ. അത് നടത്തി കഴിഞ്ഞപ്പോൾ അവൾ ബില്ല് കോപ്പി അയാൾക്ക് കൊടുത്തു. എല്ലാം കഴിഞ്ഞു എന്ന മട്ടിൽ പിന്നെ അവൾ സ്വന്തം ജോലിയിലേക്ക് തിരിഞ്ഞു. പക്ഷേ ഹെറോൾഡ് എഴുന്നേറ്റ് പോയില്ല. പ്രേമി, അയാൾ ഒച്ച ഉയർത്താതെ വിളിച്ചു. അവൾ മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി. ഐ വോണ്ട് ടു ടോക്ക് ടു യു. പേഴ്സണൽ? അവൾ ചോദിച്ചു. അതെ. ഐ ആം ബിസി. അവൾ ഒഴിഞ്ഞു. ഐ ക്യാൻ വെയിറ്റ്. സോറി, ദിസ് ഈസ് ആൻ ഓഫീസ്. സം അതർ പ്ലേസ്? നോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. നോട്ട് ടു ബെഗ് ഫോർ യുവർ ലവ്. ദീപക് അക്കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ പഴയ സ്നേഹത്തിന്റെ പേരിൽ ഐ വാണ്ട് ടു അപ്പോളജൈസ്. പ്രേമി അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പരാജിതനായ ഒരു പോരാളിയുടെ ഭാവമായിരുന്നു അയാൾക്ക്.
ആഗ്രഹിച്ച രാജ്യം വെട്ടിപ്പിടിച്ചെടുക്കാനാവാതെ തോറ്റുമടങ്ങിയ ഒരു നിരാശാഭരിതൻ. ദാറ്റ് ഈസ് എ ക്ലോസ് ചാപ്റ്റർ, അയാൾ പറഞ്ഞു. പ്രേമി, ദയനീയ സ്വരത്തിൽ ഹെറോൾഡ് വിളിച്ചു. അനദർ കസ്റ്റമർ ഈസ് വെയിറ്റിംഗ്, അവൾ പറഞ്ഞു. അത് സത്യമായിരുന്നില്ല. ഹെറോൾഡ് എഴുന്നേറ്റ് തലതാഴ്ത്തി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. കസേരയിൽ പിന്നിലേക്ക് ചാരിയിരുന്ന് പ്രേമിയൊന്ന് നിശ്വസിച്ചു. അയാളെ കണ്ടാൽ പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു ഭയം. എന്തായാലും അങ്ങനെയുണ്ടായില്ല. സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഓഫീസായതുകൊണ്ടാവാം. ഉച്ചഭക്ഷണ സമയത്ത് വിവേകോ കീർത്തിയോ ഹെറോൾഡിനെ കുറിച്ച് ചോദിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ ആരും ഒന്നും ചോദിച്ചില്ല. മാന്യതയുള്ളവരാണ് ഓഫീസ് സ്റ്റാഫ്. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും തലയിടാറില്ല. ഹെറോൾഡും ദീപക്കും തമ്മിൽ എപ്പോഴോ കണ്ടിരിക്കുന്നു. പക്ഷെ അക്കാര്യം ദീപക് പറഞ്ഞതേയില്ല. എന്തുകൊണ്ടായിരിക്കും? ഒന്ന് വിളിച്ചു ചോദിച്ചാലും എന്ന് അവൾ മനസ്സിലോർത്തു. വേണ്ട, നേരിട്ട് ചോദിക്കുന്നതാണ് നല്ലത്. കള്ളത്തരം മനസ്സിലാക്കണമെങ്കിൽ മുഖം തന്നെ കാണണം. 3 മണിയായപ്പോൾ ദീപക് അവളെ വിളിച്ചു. ഹലോ, അവൾ കോൾ എടുത്തു. ഫ്രീ ആണോ ഇപ്പോൾ? അയാൾ ചോദിച്ചു. നോ. എപ്പോൾ ഫ്രീ ആകും? ഡോൺ നോ. ഞാനിപ്പോൾ ഫ്ലാറ്റിലുണ്ട്. എന്താ ഇന്ന് പണിയൊന്നുമില്ലായിരുന്നോ? 1-2 മണിക്കൂർ കൊണ്ട് തീരുന്നതാണ് എന്റെ പണി. അത്യാവശ്യത്തിന് കണ്ടെയ്നർ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി ഹാപ്പി, ഞാനും ഹാപ്പി. ഭാഗ്യവാൻ. ഞാനിപ്പോൾ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ദീപക് ചോദിച്ചു. എന്തിനാണ്? ഫ്രീ ആണെങ്കിൽ ഞാൻ വന്ന് ഇങ്ങനെ കൊണ്ടുപോരാം. എന്നിട്ടെന്താ? ഷർമി വരുമ്പോൾ 6 മണിയാവില്ലേ? അതുവരെ നമുക്കിവിടെ. ആഗ്രഹം കൊള്ളാം, അവൾ പരിഹസിച്ചു. എന്താ, നിനക്ക് ആഗ്രഹമില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ വരട്ടെ? അയാൾ ചോദിച്ചു. വേണ്ട, നല്ല ചിൽഡ് ബിയറുണ്ട്. ഒരു കേസ് മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഇനി ഉഷ്ണകാലമല്ലേ? എങ്കിൽ ബിയറും കുടിച്ച് അവിടെ ഇരിക്കി, അല്ലെങ്കിൽ കിടന്നുറങ്ങ്, അവൾ പറഞ്ഞു. പ്രേമി, അയാൾ വിളിച്ചു. ഐ ലവ് യു. നല്ല കാര്യം. ഐ വാണ്ട് യു. അതത്ര നല്ല കാര്യമല്ല. കളിയാക്കുവാണോ? അല്ല ദീപക്, എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഇഷ്ടംപോലെ പണിയുണ്ട്. വെച്ചോ. അവൾ കോൾ കട്ട് ചെയ്തു. പ്രേമിക്ക് ചിരിയാണ് വന്നത്. ഈ ദീപകിന്റെ ഒരു കാര്യം, ഈ ആണുങ്ങൾക്കൊക്കെ ഈ ഒരേ ചിന്ത മാത്രമേ ഉള്ളൂ. ജോലികളൊക്കെ നേരത്തെ തീർത്തിട്ട് വീട്ടിലെത്തിയിരിക്കുന്നു. വിളിച്ചാലുടൻ താൻ ചെല്ലുമെന്ന് വിചാരിച്ചോ? അന്ന് 6 മണിയായപ്പോൾ ഷർമിള വിളിച്ചു. ഞാൻ വരട്ടെ? വന്നോളൂ, ഞാൻ ഫ്രീ ആയി. താഴെ വന്ന് നിൽക്കാം, പ്രേമി പറഞ്ഞു. ടേബിൾ ലോക്ക് ചെയ്ത് ബാഗുമായി അവൾ ഓഫീസിൽ നിന്നിറങ്ങിയ റോഡിൽ ഇടതടവില്ലാതെ ഒഴുകുന്ന വാഹനനിര നോക്കി ഫുട്പാത്തിന്റെ കൈവിരൽ പിടിച്ച് അവൾ അല്പനേരം നിന്നു. ഒരുപക്ഷെ ഹെറോൾഡ് തന്നെ കണ്ടാൽ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓടിവരുമെന്ന് അവൾ ഒരു നിമിഷം ഭയന്നു. ഷർമിളയുടെ കാറ് വന്ന് ഫുട്പാത്തിന്റെ ഓരം ചേർന്ന് നിന്നു. അപ്പോഴാണ് അവളുടെ ബാഗിൽ മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ മാലിനി ചേച്ചിയാണ്. ക്യാൻ യു ഡ്രൈവ്? അവൾ പ്രേമിയോട് ചോദിച്ചു. വൈ നോട്ട്? ഷർമിള ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പ്രേമി അവിടെ കയറിയിരുന്നു. മൊബൈലുമായി ഷർമിള പാസഞ്ചർ സീറ്റിലിരുന്നു. ഹലോ ചേച്ചി, നീ ഇപ്പോൾ എവിടെയാണ് മോളെ? കാറിലാണ് ചേച്ചി, ഓഫീസിൽ നിന്നിറങ്ങി, അവൾ പറഞ്ഞു. പ്രേമി കാർ മുന്നോട്ടെടുത്തു കഴിഞ്ഞിരുന്നു. വണ്ടി ഓടിക്കുവാണോ? അല്ല, സംസാരിക്കാം. ദീപക് കൊണ്ടോ കൂടെ? ഇല്ല, എന്റെ കൂട്ടുകാരി പ്രേമിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവളിപ്പോഴും നിങ്ങളുടെ കൂടെയാണോ താമസിക്കുന്നത്? അനിഷ്ടത്തോടെ മാലിനി ചേച്ചി ചോദിച്ചു. സംസാരം പ്രേമി കേൾക്കാതിരിക്കാനായി ഷർമിള വോളിയം കുറച്ചു. അതെ ചേച്ചി. നീ ഇത്ര ബുദ്ധിയില്ലാത്തവളായി പോയല്ലോ മോളെ. സർപ്പത്തെ എടുത്ത് ആരെങ്കിലും തോളത്തിടുമോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ. മാലിനി ചേച്ചി സംസാരം തുടർന്നാൽ ബുദ്ധിമുട്ടാകുമെന്ന് ഷർമിളയ്ക്ക് മനസ്സിലായി. തൽക്കാലം ചേച്ചി ഒഴിവാക്കുന്നതാണ് നല്ലത്. ചേച്ചി, ഞാൻ ഫ്ലാറ്റിൽ ചെന്നിട്ട് വിളിക്കാം, അവൾ പറഞ്ഞു. എപ്പം ചെല്ലും ഫ്ലാറ്റിൽ? 1/2 മണിക്കൂർ കഴിയും. അന്നേരം ഞാൻ വിളിക്കും. ഒരു കാര്യം പറയാനുണ്ട്. ശരി ചേച്ചി, പിന്നെ സംസാരിക്കാം. ഷർമിള കോൾ ചെയ്തിട്ട് മൊബൈൽ പെട്ടെന്ന് ബാഗിനുള്ളിൽ വെച്ചു. ഷോപ്പിംഗ് വല്ലതുമുണ്ടോ? പ്രേമി ചോദിച്ചു. ഇല്ല, നിനക്കോ? നാളെ മതി. അവർ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ടിവിയുടെ മുൻപിൽ ദീപക്കുണ്ട്. നീയെപ്പം വന്നോ? ഷർമിള ചോദിച്ചു. 1/2 മണിക്കൂറായി, ദീപക് പറഞ്ഞു. അയാൾ കള്ളം പറയുന്നത് കേട്ട് പ്രേമിക്ക് ചിരി പൊട്ടി. അതുകൊണ്ട് അയാൾ അരിശത്തോടെ അവളൊന്ന് നോക്കി. നേരത്തെ വന്നതല്ലേ നീ? ഞങ്ങൾക്ക് ഒരു കോഫി ഉണ്ടാക്കി തരാമോ? ഒന്നും പറയാതെ ദീപക് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഷർമിളയുടെ ഫോണിൽ മാലിനി ചേച്ചിയുടെ വിളി വന്നു. ഞാനെന്നാ ദീപകിനെ ഹെൽപ്പ് ചെയ്യാം. ഷർമിളയെ ഫോണിൽ സംസാരിക്കാൻ വിട്ടിട്ട് പ്രേമി കിച്ചണിലേക്ക് ചെന്നു. അവിടെ നിന്നാൽ ഷർമിളയെ കാണാൻ പറ്റില്ല. ഹലോ, എന്താ ദേഷ്യത്തിലാണോ? ദീപകിന്റെ പിന്നിൽ ചെന്ന് നിന്ന് ചോദിച്ചു. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഞാനാരാ നിന്നോട് ദേഷ്യപ്പെടാൻ? അയാളുടെ പരിഭവം അവൾക്ക് നന്നേ രസിച്ചു. അത് കറക്റ്റ്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ.
3 കപ്പ് കാപ്പി ഉണ്ടാക്കാനുള്ള വെള്ളവും പാലും ചേർത്ത് അയാൾ പാത്രം സ്റ്റൗവിൽ വെച്ച് കത്തിച്ചു. ഹെറോൾഡ് ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്തിന്? കസിനും വൈഫിനും ഗോവയ്ക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഹണിമൂൺ ട്രിപ്പ്. 900 ട്രാവൽ ഏജൻസികളുണ്ടല്ലോ സിറ്റിയിൽ. ദെൻ വൈ ഈസ്റ്റ് ഏഷ്യ ടൂർസ്? കോപത്തോടെ ദീപക് ചോദിച്ചു. എന്നെ കാണാൻ കൂടിയായിരിക്കും. നിങ്ങൾ സംസാരിച്ചോ? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. എന്റെ അടുത്താണ് വന്നത്. ഞാനാണ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ശ്വാസം നിലച്ചതുപോലെ ഒരു നിമിഷം അയാൾ നിന്നു. പാത്രത്തിലെ പാല് തിളച്ചു തുടങ്ങി. ബർണർ താഴ്ത്തി വെച്ചിട്ട് പ്രേമി കബോർഡിൽ നിന്ന് കാപ്പിപ്പൊടിയുടെ കുപ്പിയെടുത്തു. എന്തു പറഞ്ഞു അവൻ? പലതും. ചിരി ഒളിപ്പിച്ച് അവൾ പാലിലേക്ക് കാപ്പിപ്പൊടി ചേർത്തു. എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്നാണ് കണ്ടത്? അവൾ ചോദിച്ചു. എന്നിട്ടെന്താ എന്നോട് അക്കാര്യം പറയാഞ്ഞത്? പറയേണ്ട കാര്യമില്ലെന്ന് തോന്നി. ഹി സ്റ്റിൽ ലവ്സ് മീ. പ്രേമി, അസഹ്യതയോടെ അയാൾ വിളിച്ചു. ഒച്ച വേണ്ട, ഷർമിള കേൾക്കും. അവൾ ഓർമ്മിപ്പിച്ചു. ഷർമിള ഫോണിൽ സംസാരിക്കുന്നത് കിച്ചണിൽ നിന്നുകൊണ്ട് അവർക്ക് കേൾക്കാമായിരുന്നു. നീ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അവനെ വിശ്വസിക്കരുത്. ഹിസ് ലവ് ഈസ് ഫേക്ക്. നിന്നെ കളഞ്ഞിട്ട് വേറൊരുത്തിയുടെ പിന്നാലെ പോയി. അവൾ കളഞ്ഞപ്പം നിന്റെ അടുത്തേക്ക് വന്നു. പ്രേമി കാപ്പിയിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഒരു മഗ്ഗിലേക്ക് പകർന്നു. ഞാൻ എന്റെ ഫ്ലാറ്റിലേക്ക് മാറിയാലോ എന്നാലോചിക്കുകയാണ്. അവൻ പറഞ്ഞോ മാറാൻ? ഇല്ല. പിന്നെന്തിനാ? അവൾ 3 കപ്പുകളെടുത്ത് അതിലേക്ക് കാപ്പി ഒഴിച്ചു. നിന്നെക്കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. അവൾ പറഞ്ഞു. സ്നേഹിക്കുന്നത് ശല്യമാണോ? അല്ല. പക്ഷെ അടുത്ത മുറിയിൽ നിന്റെ വൈഫുണ്ട്. എന്നിട്ടും അവളുടെ കൂട്ടുകാരിയെ സ്നേഹിക്കാൻ വരുന്നത് ശരിയാണോ? ഐ ലവ് യു പ്രേമി. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യെസ്. ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ലേ? നോ. എന്നും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാ ഞാൻ പറയുന്നത് ചെയ്യണം. അയാൾ കൈകൾ രണ്ടും എടുത്ത് അവളുടെ ഇരു ചുമലുകളിലും വെച്ച് കണ്ണുകളിലേക്ക് നോക്കി. നീ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ. അവൾ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ക്യാൻ യു മാരി മീ? അവൾ പിന്നെ ചോദിച്ചു. എന്താണ് പറഞ്ഞത്? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. നിനക്കെന്നെ കെട്ടാമോ? ദീപക് സ്തബ്ധനായി നിന്നു. മറുപടി പറയാനാവാതെ പ്രേമിയുടെ മുഖത്തേക്ക് ദീപക് തുറച്ചു നോക്കി. ഇങ്ങനൊരാവശ്യം അവൾ മുന്നോട്ട് വെക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആർ യു സീരിയസ്? അവൾ തമാശ പറഞ്ഞതല്ലെന്ന് ഉറപ്പിക്കാനായി അയാൾ ചോദിച്ചു. യെസ്, ഡാം സീരിയസ്. അവൾ പറഞ്ഞു. അത്രയ്ക്ക് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. നിനക്ക് എന്നെ കൂടാതെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ കെട്ടുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് നിന്നെ എന്നും വേണം പ്രേമി. നിനക്ക് ഷർമിയെ വേണ്ടേ? വേണം. അവളുടെ ചുമലുകളിൽ വെച്ച ദീപകിന്റെ കൈകൾ അവൾ മെല്ലെ എടുത്തു മാറ്റി. ഷീസ് യുവർ വൈഫ് ആൻഡ് ഹു ആം ഐ? അയാൾ മിണ്ടിയില്ല. യുവർ കീപ്പ് അല്ലേ? പരിഹാസത്തോടെ പ്രേമി ചോദിച്ചു. പ്രേമി, ഞാൻ അങ്ങനെയൊന്നുമല്ല. ബട്ട് യു നോ. മാറി നില്ല മുമ്പിൽ നിന്ന്, അവൾ പറഞ്ഞു. അവളുടെ സ്വരത്തിലെ മൂർച്ച മനസ്സിലായപ്പോൾ അയാൾ അവളുടെ മുന്നിൽ നിന്ന് മാറി നിന്നു. 2 കപ്പ് കാപ്പി ഇരുകൈകളിലും എടുത്ത് അവൾ ലിവിംഗ് റൂമിലേക്ക് ചെന്നു. അപ്പോഴും മൊബൈലിൽ ഷർമിളയുടെ സംസാരം അവസാനിച്ചിരുന്നില്ല. സൺഡേ അല്ലേ? നോ പ്രോബ്ലം ചേച്ചി, ഞങ്ങൾ വരാം. ദീപക്കിനോട് ഞാൻ പറയാം. വേണമെങ്കിൽ ചേച്ചി നേരിട്ട് ഇൻവൈറ്റ് ചെയ്തോ. ഓക്കെ ചേച്ചി, സൺഡേ കാണാം. അതൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നത് കേട്ടോ. ശരി. കോള് കട്ട് ചെയ്തിട്ട് പ്രേമിയെ നോക്കി ഷർമിള പുഞ്ചിരിച്ചു. മാലിനി ചേച്ചിയായിരുന്നു. ഇതാ നിന്റെ കോഫി. വലത് കൈയിലിരുന്ന കാപ്പിക്കപ്പ് പ്രേമി നീട്ടി. ഷർമിള അത് വാങ്ങി. 1 കപ്പ് കാപ്പി പ്രേമി കിച്ചൺ ടേബിളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി ദീപക് ഒരു നിമിഷം നിന്നു. അയാളുടെ മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമായിരുന്നു. ചോദ്യം വളരെ വ്യക്തം, പക്ഷേ മറുപടി പറയാൻ വയ്യ. അയാൾ കാപ്പിയും എടുത്ത് ലിവിംഗ് റൂമിലേക്ക് ചെന്നു. ഷർമിള എന്തോ പറഞ്ഞത് കേട്ട് പ്രേമി ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദീപക് ചെന്ന് എതിർവശത്തുള്ള സെറ്റിയിലിരുന്നു. പ്രേമി അയാൾ ഇടം കണ്ണിട്ട് ഒന്ന് നോക്കി. അയാളുടെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോൾ അവൾക്ക് ചിരി പൊട്ടി. പക്ഷെ അവളത് പെട്ടെന്ന് അമർത്തി. അടുത്ത സൺഡേ മാലിനി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ലഞ്ച് കഴിക്കാൻ നമ്മൾ ചെല്ലണമെന്ന്. നിന്നെ ചേച്ചി പ്രത്യേകം ക്ഷണിക്കും. താല്പര്യരഹിതനായ അയാൾ മൂളി. ഞാൻ ചോദിച്ചു എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന്. ചേച്ചി പറഞ്ഞു 39ാമത്തെ ആണെന്ന്. ബട്ട് ഐ ഡോണ്ട് ബിലീവ്. കഴിഞ്ഞ തവണയും 39 എന്നാ പറഞ്ഞത്. 39 ഈസ് എ സൈക്കോളജിക്കൽ മൈൽ സ്റ്റോൺ ഫോർ വിമൻ. പെട്ടെന്ന് പ്രേമി പറഞ്ഞു. വൈ? ഷർമിളയ്ക്ക് കൗതുകമായി. അപ് ടു 30s ദേ ബിലീവ് ദേ ആർ സ്റ്റിൽ യങ്. പക്ഷേ 40 തുടങ്ങിക്കഴിഞ്ഞാൽ ദേ ഫീൽ ദേ ആർ ഗ്രോയിങ് ഓൾഡ്. നീ ഇതൊക്കെ എവിടെ നിന്ന് മനസ്സിലാക്കി? ഞാൻ കുറച്ച് സൈക്കോളജി പഠിച്ചിട്ടുണ്ടടി. വിമൻ സൈക്കോളജി ആൻഡ് ഓഫ് കോഴ്സ്
മെൻ സൈക്കോളജി ഓൾസോ. ദീപകിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് പ്രേമി ഒടുവിലത്തെ വാക്കുകൾ പറഞ്ഞത്. അയാൾ അപ്പോൾ അവളെയും ഒന്ന് നോക്കി. 3 പേരും കാപ്പി കുടിച്ചു. രാത്രിയിൽ എന്താണ് ഭക്ഷണം? പെട്ടെന്ന് പ്രേമി തിരക്കി. ചപ്പാത്തി ഉണ്ടാക്കിയാലോ? ഷർമിള ചോദിച്ചു. പുട്ടും എഗ് മസാലയുമായാലോ? മുട്ടയുണ്ട്, പക്ഷെ പുട്ടുപൊടി. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കീർത്തിയോടൊപ്പം പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് പുട്ടുപൊടി മേടിച്ചു. നല്ല അസൽ അരിപ്പുട്ടുണ്ടാക്കാം. 2 പേരുടെയും സംസാരം കേട്ട് ദീപക് നിശബ്ദനായിരുന്നതേയുള്ളൂ. പുട്ടും എഗ് മസാലയും കോമ്പിനേഷനാണോ? ഷർമിളയ്ക്ക് സംശയമായി. കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓരോ ഒബ്സഷനാണ്. എന്തും എന്തിന്റെ കൂടെയും ചേരും. പുട്ടും എഗ് മസാലയും കഴിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ എന്നും അത് തന്നെ മതിയെന്ന് പറയും. ഓക്കെ, ഞാനിതാ വരുന്നു. നമുക്ക് തുടങ്ങിക്കളയാം. വേഷം മാറാനായി ഷർമിള ബെഡ്റൂമിലേക്ക് പോയി. പ്രേമി, ദീപക് വിളിച്ചു. ചൂണ്ടിവിരൽ ചൂണ്ടിനു മീതെ കുറുകെ വെച്ച് മിണ്ടരുതെന്ന് അവൾ അയാൾക്ക് നിർദ്ദേശം കൊടുത്തു. അയാൾ അതോടെ അടങ്ങി. ഷർമിളയും പ്രേമിയും അത്താഴമുണ്ടാക്കാൻ കിച്ചണിലേക്ക് പോയപ്പോൾ ദീപക് ഒറ്റയ്ക്കായി. അയാൾ ചെന്ന് കുളിച്ച് വേഷം മാറിയിട്ട് ലിവിംഗ് റൂമിലേക്ക് വന്നു. കിച്ചണിൽ കൂട്ടുകാരികളുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ചിരിയും കളിയുമായി 2 പേരും. TV ഓൺ ചെയ്ത് അയാൾ ചാനലുകൾ ഓരോന്നായി മാറ്റി നോക്കിയെങ്കിലും ഒന്നിലും മനസ്സുറച്ചു നിന്നില്ല. കുറച്ച് ഐസ് കിട്ടിയിരുന്നെങ്കിൽ. കിച്ചണിലാണ് ഫ്രിഡ്ജ്. അവിടെ ചെന്ന് ഐസ് എടുക്കാൻ അയാളുടെ സങ്കോചം അനുവദിച്ചില്ല. പക്ഷേ 2 ലാർജ് കഴിച്ചേ പറ്റൂ. അയാൾ ബെഡ്റൂമിൽ ചെന്ന് കബോർഡ് തുറന്നു നോക്കി. വിസ്കിയും ബ്രാൻഡിയും വോഡ്കയും ഉണ്ട്. സ്ട്രോബെറി ഫ്ലേവറുള്ള വോഡ്ക. അറിയാതെ അയാളുടെ ശരീരം പെട്ടെന്നുണർന്നു. മടി മാറ്റി വെച്ച് അയാൾ കിച്ചണിലേക്ക് ചെന്നു. എന്താ ദീപക്? പെട്ടെന്ന് ഷർമിള തിരിഞ്ഞു നോക്കി. കുറച്ച് വെള്ളം വേണമായിരുന്നു. അയാൾ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ എടുത്തു. ഒന്നും അറിയാത്ത മട്ടിൽ പാചകത്തിൽ മാത്രം ശ്രദ്ധിച്ച് പ്രേമി നിന്നു. സവാള കഷ്ണങ്ങളിൽ വേവുന്ന മസാലഗന്ധം അയാൾക്കപ്പോൾ അനുഭവപ്പെട്ടു. വെള്ളവുമായി അയാൾ ബെഡ്റൂമിലേക്ക് മടങ്ങി. ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ സ്വർണ്ണ നിറമുള്ള വിസ്കി 2 വിരൽപ്പാടോളം വീഴ്ത്തി. പിന്നെ ഐസ് വാട്ടറും ചേർത്തു. ഒരു കവിൾ അകത്താക്കിയിട്ട് അയാൾ വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് ചെന്നിരുന്നു. രാത്രിയിലെ നേർത്ത കാറ്റ് വന്ന് അയാളെ ഒന്ന് തഴുകി. ഇരുട്ടിൽ ദീപമാലകൾ അണിഞ്ഞ നഗരം. താഴെ റോഡിലുള്ള കളിപ്പാട്ടങ്ങൾ പോലെ കാറുകൾ ഇഴഞ്ഞു നീങ്ങുന്നു. പ്രേമിയോട് സംസാരിച്ചേ പറ്റൂ. അയാൾ 2 ലാർജ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഷർമിള ബെഡ്റൂമിലേക്ക് വന്നു. 10 മിനിറ്റ്, ഞാൻ കുളിച്ചിട്ട് വേഗം വരാം, അവൾ പറഞ്ഞു. 10 അല്ല, 15-20 മിനിറ്റ് എടുത്തോ. കഴിക്കാൻ എനിക്ക് ധൃതിയില്ല. അയാൾ അനുവാദം കൊടുത്തു. എനിക്ക് മനസ്സിലായ കാര്യം, അവൾ പറഞ്ഞു. അയാളൊന്ന് പകച്ചു. എന്ത് കാര്യം? എത്രയെണ്ണം അകത്താക്കി? ഓൺലി 2. ഒന്നും കൂടി വേണം. അതിനുള്ള സമയത്തിനല്ലേ 15-20 മിനിറ്റ്? അയാൾ ചിരിച്ചുപോയി. ദീപക്, ഒരു കാര്യം ഓർമ്മ വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 പേര് മാത്രമല്ല. പ്രേമിയുടെ മുന്നിൽ നീ വില കളയരുത്. നീയൊരു ഡീസന്റ് ഹസ്ബൻഡാണെന്ന് അവൾക്കറിയാം. അത് മാറ്റി പറയിക്കരുത്. 2 ലാർജ് കഴിക്കുന്നത് ഒരു ചീത്ത സ്വഭാവമാണെന്ന് പ്രേമി വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പോടാ. അയാളുടെ കൈത്തണ്ടിയിൽ ചെറുതായൊന്ന് നുള്ളിയിട്ട് അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു. ദീപക് ഒട്ടും സമയം കളയാതെ പ്രേമിയുടെ മുറി ലക്ഷ്യമാക്കി പാഞ്ഞു ചെന്നു. പക്ഷെ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. പ്രേമി, അയാൾ മൃദുവായി വാതിലിൽ മുട്ടി. ഒരു നിമിഷം കാത്തുനിന്ന ശേഷമാണ് വാതിൽ തുറന്നത്. പ്രേമി കുളി കഴിഞ്ഞ് വേഷം മാറിയതേയുള്ളൂ എന്ന് അവളെ കണ്ടപ്പോൾ മനസ്സിലായി. മുടിയിൽ അപ്പോഴും നനവുണ്ടായിരുന്നു. പജാമയും നനഞ്ഞ വെള്ള ടീഷർട്ടുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അവൾ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. എനിക്ക് സംസാരിക്കാനുണ്ട്. നോട്ട് നൗ, അവൾ പറഞ്ഞു. നോ, ഐ ഹാവ് ടു. അയാൾ അകത്തേക്ക് കയറാൻ തുനിഞ്ഞു. എങ്കിൽ നമുക്ക് വേലയിലിരിക്കാം. അവൾ ലിവിംഗ് റൂമിലേക്ക് ചെന്നു നിന്നു. അയാൾ പിന്നാലെ ചെന്നു. സ്പീക്ക് ഔട്ട്, അവൾ ആവശ്യപ്പെട്ടു. പ്രേമി, ഐ ലവ് യു. ദാറ്റ് ഈസ് ഫൈൻ. നീ എന്നെ കളിയാക്കരുത്. അയാളുടെ മുഖം ചുവന്നു. ഇല്ല, പറയൂ. എനിക്ക് നിന്റെ സ്നേഹം വേണം. തരാമല്ലോ, ബട്ട് ദർ ഷുഡ് നോട്ട് ബി എനി കണ്ടീഷൻസ്. എന്ന് വെച്ചാ നിന്നെ കെട്ടാൻ എനിക്ക് പറ്റില്ല. അവളൊന്ന് ചിരിച്ചു. ഓക്കെ, നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, റൈറ്റ്? യെസ്. ഹൗ മച്ച്? അവൾ ചോദിച്ചു. അതെങ്ങനെ അളക്കുക? എനിക്കറിയാം, ഞാൻ പറയാം. 58 കിലോഗ്രാം ആൻഡ് 5 feet 4 inches. പ്രേമി, നീ എൻ്റെ ശരീരത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം, അവൾ പറഞ്ഞു. അല്ല, അയാൾ പെട്ടെന്ന് നിഷേധിച്ചു. എങ്കിൽ എന്നെ സ്നേഹിച്ചോ, ഞാനും സ്നേഹിക്കാം. പക്ഷെ എൻ്റെ ശരീരം ഞാൻ നിനക്ക് തരില്ല. എഗ്രീഡ്? ദീപക് നിശബ്ദനായി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. നിനക്കെന്റെ വേണ്ടേ? ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു. ഈ നാട്ടിൽ സുന്ദരന്മാരായ എത്രയോ അവിവാഹിതരുണ്ട്. അപ്പോൾ ഭാര്യയുള്ള ഒരു പുരുഷനെ ഞാനെന്തിനെ സ്നേഹിക്കണം?
ദീപകിന്റെ കണ്ണുകളിൽ തെളിഞ്ഞ വേദന അവൾ കണ്ടു. പ്രേമി, നീ എന്നെ വിട്ടു പോകരുത്. നീ അതിരി വിട്ട് എന്നെ സ്നേഹിക്കാനേ വരരുത്. സംസാരത്തിൽ മാത്രം സ്നേഹം ഒതുക്കണം. എഗ്രീഡ്? അയാൾ മെല്ലെ തലകുലുക്കി. തലകുലിക്കാൻ മാത്രം പോരാ, നീ എനിക്ക് വാക്ക് തരണം. എഗ്രീഡ്, അയാൾ പറഞ്ഞു. നല്ല കുട്ടി. പ്രേമി പുഞ്ചിരിച്ചു. നീ എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. മതി, പോ. വിളിച്ചപ്പോൾ എന്താണെന്നറിയാൻ പെട്ടെന്നിറങ്ങിയതാ. ശരിക്ക് ഡ്രസ് ചെയ്തതുപോലുമില്ല. പ്രേമി, അയാൾ പെട്ടെന്ന് അവളുടെ കൈപിടിച്ചു. തൊടാൻ പാടില്ല, മനസ്സിലായില്ലേ? അയാളുടെ കൈപിടിവിച്ച് അവൾ മുറിയിലേക്ക് പോയി വാതിലടച്ചു. വേവുന്ന മനസ്സും ശരീരവുമായി ദീപക് നിന്നു. ശർമിള കുളി കഴിഞ്ഞു വന്നപ്പോഴേക്ക് അയാൾ മൂന്നാമത്തെ ലാർജ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. കഴിച്ചാലോ? 3 പേരും കൂടിയാണ് കഴിക്കാനിരുന്നത്. അരിപ്പുട്ടും എഗ് മസാലയും നല്ല കോമ്പിനേഷനായിരുന്നു. പ്രേമിയും ശർമിളയും സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിലും അതിൽ പങ്കെടുക്കാൻ ദീപകിന് കഴിഞ്ഞില്ല. പ്രേമി ഒരിക്കൽ പോലും അയാളുടെ നേർക്ക് നോക്കിയതുമില്ല. ഇന്ന് വ്യാഴമാണ്. ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ശർമിള പറഞ്ഞു. അവൾ പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ല. മാലിനി ചേച്ചിക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് മേടിക്കണ്ടേ? അപ്പോൾ അതാണ് കാര്യം. ഒരു സിൽക്ക് സാരി മേടിച്ചു കൊടുക്കാം, അല്ലേ? നിന്റെ ഇഷ്ടം. പ്രേമിയും ഞാനും കൂടി നാളെ പോയി സെലക്ട് ചെയ്യാം. സൺഡേ അല്ലേ? അയാൾ ചോദിച്ചു. യെസ്. അപ്പോൾ പ്രേമി ഇവിടെ തനിച്ച്? അത് സാരമില്ല, ഷീ വിൽ മാനേജ്. എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. അവളെ കൂടെ നമുക്ക് കൊണ്ടുപോയാലോ? അവൾ വരില്ല. മാലിനി ചേച്ചിയോട് പറഞ്ഞാൽ അവളെ കൂടി ഇൻവൈറ്റ് ചെയ്യില്ലേ? മാലിനി ചേച്ചിക്ക് പ്രേമിയെ ഒട്ടും ഇഷ്ടമല്ലെന്ന് ദീപകിന് അറിയില്ലല്ലോ. അത് വേണ്ട. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി എ ഫാമിലി ഗെറ്റ് ടുഗദർ. പിന്നെ അയാൾ നിർബന്ധിച്ചില്ല. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ ദീപകിനെ മാലിനി ചേച്ചി വിളിച്ചു. ഹലോ ചേച്ചി. അയാൾ കോൾ എടുത്തു. ഹലോ ദീപക്. സാധാരണഗതിയിൽ ഏത് പുരുഷനും കോരിത്തരിച്ചു പോകുന്ന സ്വരത്തിലാണ് മാലിനി ചേച്ചി വിളിച്ചത്. എന്താ ചേച്ചി? വിശേഷം ശർമിള ഇന്നലെ പറഞ്ഞു കാണും. ഞായറാഴ്ച നിങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണം. എന്റെ പിറന്നാളാണ്. വരാൻ ചേച്ചി. വേറെ ആരൊക്കെ കാണും? നമ്മൾ 4-5 ഫ്രണ്ട്സുകൾ മാത്രം. ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഇല്ല മോനെ, നിന്നെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുക. വരാൻ ചേച്ചി. മറ്റേ ആ പെണ്ണ് ഇപ്പോഴും നിങ്ങളുടെ കൂടെയാണോ താമസം? പ്രേമിയുടെ കാര്യമാണോ? അതെ. ഷർമിയുടെ കൂട്ടുകാരിയല്ലേ? ഞങ്ങൾക്ക് അവളെ കൊണ്ട് ഒരു പ്രോബ്ലവുമില്ല. എന്നാലും വേണ്ട മോനെ, അവൾ നിന്നെ മയക്കിയെടുക്കാൻ നോക്കും. എനിക്ക് പേടിയാ. അവളെ കണ്ടാൽ അറിയാം, ആൾ അത്ര ശരിയല്ല. മുന്നറിയിപ്പ് പോലെ മാലിനി ചേച്ചി പറഞ്ഞു. ഞാൻ മയങ്ങാതിരുന്നാ മതിയല്ലോ. അയാൾ ചിരിച്ചു. അതു മതി. എന്റെ അടുത്ത് മാത്രം മയങ്ങിയാ മതി നീ. മാലിനി ചേച്ചി സംസാരം നിർത്തുകയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ഓഫീസിലാ. ഒരു വിസിറ്റർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി ദീപക്, ഞായറാഴ്ച കഴിയുന്നത് നേരത്തെ വരണേ. വരാം. അന്ന് വൈകുന്നേരം മാലിനി ചേച്ചിക്ക് സമ്മാനിക്കാൻ ഒരു സിൽക്ക് സാരി വാങ്ങി ഗിഫ്റ്റ് പാക്ക് ചെയ്താണ് ഷർമിളയും പ്രേമിയും വന്നത്. ലൈറ്റ് പിങ്ക്, റെയർ കളറാ. ചേച്ചിക്ക് നല്ലപോലെ ചേരും. പ്രേമിയാ സെലക്ട് ചെയ്തേ? ഷർമിള പറഞ്ഞു. ചേച്ചി എന്നെ ഇന്ന് വിളിച്ചിരുന്നു. നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞു. 12 ആകുമ്പോഴേക്ക് ചെന്നാ പോരെ? ഷർമിള ചോദിച്ചു. നമുക്ക് നേരത്തെ പോകാം, ചേച്ചിക്ക് സന്തോഷമാകട്ടെ. ഞായറാഴ്ച രാവിലെ 10 മണിയായപ്പോഴേക്ക് ദീപക്കും ഷർമിളയും മാലിനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. നീ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? പുറത്തു പോകുന്നോ? പ്രേമിയോട് അവൾ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം, നിങ്ങൾ പോയിട്ട് വാ, പ്രേമി പറഞ്ഞു. ദീപക്കും ഷർമിളയും പോയി. ഉച്ചയ്ക്ക് നൂഡിൽസ് മതിയെന്ന് പ്രേമി തീരുമാനിച്ചു. ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. അവൾ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കി വെറുതെ ഇരുന്നു. 11 മണിയായപ്പോൾ ഡോർബെൽ മുഴങ്ങി. അവൾ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് ദീപക് നിൽക്കുന്നുണ്ടായിരുന്നു, തനിച്ച്. എന്തുപറ്റി? അമ്പരന്ന് അവൾ ചോദിച്ചു. ഷർമിയെ മാലിനി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുചെന്നിട്ട് ഞാൻ എവിടെ നിന്ന് മുങ്ങി. ലഞ്ചാകുമ്പോഴേക്ക് ചെന്നാ മതി. അയാൾ പെട്ടെന്ന് അകത്തേക്ക് കയറിയിട്ട് വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തു. പ്രേമി കണ്ണുവയ്ക്കാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. വാട്ട്സ് യുവർ ഐഡിയ? ദീപകിന്റെ മുഖത്ത് നിന്ന് കണ്ണുകളെടുക്കാതെ പ്രേമി ചോദിച്ചു. വാട്ട് ഡു യു മീൻ? അവളുടെ ചോദ്യം അയാൾക്ക് മനസ്സിലായില്ല. നീ ഇപ്പോൾ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. മൂർച്ചയുള്ള സ്വരമായിരുന്നു അവളുടേത്. ഓ അതോ, പറയാം, നീ വാ. അയാൾ വലത് കൈ അവളുടെ തോളിലൂടെ ഇട്ട് ചേർത്തു പിടിച്ച് ബെഡ്റൂമിലേക്ക് നേർക്ക് നടന്നു. പക്ഷെ പോകാൻ കൂട്ടാക്കാതെ ബലം പിടിച്ച് പ്രേമി നിന്നു. ദീപക്, ടെൽ മീ, എന്തു പറഞ്ഞാണ് നീ എവിടുന്ന് പോന്നത്? ഞങ്ങളുടെ ഓഫീസിലൊരു ജിമ്മിയുണ്ട്, അവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാണ്. യു ഡോണ്ട് വറി. അതോർത്ത് നീ പേടിക്കേണ്ട. ശർമ്മയ്ക്ക് സംശയമൊന്നും തോന്നത്തില്ല. നീ ഇപ്പോൾ വന്നത് ഒട്ടും ശരിയായില്ല. നീ മണ്ടത്തരങ്ങൾ കാണിക്കുകയാണ്. എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രേമി, തർക്കിച്ച് നിൽക്കാൻ വേണ്ടിയല്ല ഞാൻ ഓടി വന്നത്. നിന്നെ എനിക്ക് വേണം. അയാൾ ധൃതി കൂട്ടി. എന്നുവെച്ചാൽ? ഐ മീൻ, നിന്റെ സ്നേഹം എനിക്ക് വേണം. നിന്നെ എനിക്ക് സ്നേഹിക്കണം. സ്നേഹമല്ല,
ഞാൻ പറഞ്ഞില്ലേ, എന്റെ ശരീരമാണ് നിനക്ക് വേണ്ടിയത്. കുറെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മടുപ്പാവും. വേണ്ട, ഇതിവിടെ നിർത്തുന്നതാ നല്ലത്. അതോടെ സ്നേഹവും തീരും. അങ്ങനെയല്ലേ പ്രേമി? നീ എന്നോട് ചോദിച്ചില്ലേ എന്നെ കെട്ടാമോന്ന്? ഞാൻ അതേക്കുറിച്ച് കുറെ ആലോചിച്ചു. എന്നിട്ട് ഷെർമിയോട് അതേക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് ഞാൻ. അവൾ പെട്ടെന്ന് അയാളുടെ വായ പൊത്തി. നോ, നെവർ. ഇതൊന്നും ഒരിക്കലും അവൾ അറിയരുത്. അവൾ തകർന്നു പോകും. ശരി, ഞാൻ പറയുന്നില്ല. നീ പറയുന്നതെന്തും ഞാൻ അനുസരിച്ചിരിക്കും. എങ്കിൽ എന്റെ മോനിപ്പോ തിരിച്ചു പോ, അവൾ പറഞ്ഞു. നോ, 1 മണിക്കൂർ സമയമുണ്ട്. അത് കഴിഞ്ഞ് പോയാൽ മതി എനിക്ക്. ഞങ്ങൾ 10:30 മാലിനി ചേച്ചിയുടെ വീട്ടിലെത്തി. ചെന്നപ്പോ തമ്പിച്ചേട്ടനില്ല, തൃശ്ശൂരിലാണ്. 12:30 തമ്പിച്ചേട്ടൻ വീട്ടിലെത്തു. അപ്പോഴേക്ക് ചെല്ലാമെന്ന് പറഞ്ഞാണ് ഞാൻ എവിടെ നിന്ന് ഇറങ്ങിയത്. പ്രേമി അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ 11:30 12 എനിക്ക് എവിടെ നിന്ന് പോയാൽ മതി. അയാൾ അവളുടെ കൈവിരലുകളെടുത്ത് ചുംബിച്ചു. നീ എന്താണ് ആലോചിക്കുന്നത്? ഞാനൊരു ഫൂളിഷ്നെസ് കാണിച്ചു. അതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്, അവൾ പറഞ്ഞു. എന്ത് ഫൂളിഷ്നെസ്? ഷർമിയെ ഡൽഹിയിൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴല്ലേ ഞാൻ അന്ന് വാട്സപ്പിൽ ആ പിക്ചർ മെസ്സേജ് അവൾക്ക് അയച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. എങ്കിൽ ഞാൻ എന്റെ ബാത്റൂമിൽ കിടന്ന്. പ്രേമി അയാൾ അവളെ ചേർത്ത് പിടിച്ചു. അന്ന് മരിച്ചാൽ മതിയായിരുന്നു. അവളുടെ കണ്ണുകൾ നനഞ്ഞു. പ്രേമി, അന്നിപ്പം എന്ത് സംഭവിച്ചു? ഐ സ്റ്റാർട്ടഡ് ലവിങ് യു. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല. ബട്ട് ഐ ആം ചീറ്റിംഗ് മൈ ഏഞ്ചൽ ഗാർഡിയൻ, മൈ സ്വീറ്റ് ഫ്രണ്ട് ഷർമി. ദീപക് അവളുടെ മുഖം 2 കൈകൾക്കുള്ളിലാക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണോ പറഞ്ഞത്? വിറയ്ക്കുന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു. മറുപടി പറയാതെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അവളുടെ കൈകൾ അയാളെ വരിഞ്ഞു മുറുക്കി. അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. പ്രേമി, അയാൾ അവളുടെ ശിരസിൽ കവിളുകൾ കൊണ്ട് ഉരസി. തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ബട്ട് ഐ ക്യാൻ ഹെൽപ്പ് നോട്ട് ലവിങ് യു. അന്ന് ഞാൻ എന്റെ ഫ്ലാറ്റിൽ മരിക്കാൻ കിടന്നപ്പോ നീയല്ലേ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? എനിക്ക് വേണ്ടി നീ രാപ്പകൽ അവിടെ കാത്തിരുന്നില്ലേ? അതെല്ലാം ആ സിസ്റ്റർ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ നിന്നെ ഉള്ളിൽ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അത് തെറ്റാണെന്ന് അന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇപ്പോഴെന്തിനങ്ങനെ വിചാരിക്കുന്നു? അയാൾ ചോദിച്ചു. അന്ന് മനസ്സുകൊണ്ട് മാത്രം സ്നേഹിക്കുകയായിരുന്നില്ലേ? അതും രഹസ്യമായിട്ട്. പക്ഷെ ഇപ്പോൾ മനസ്സും ശരീരവും. നീ അത് ആഗ്രഹിക്കുന്നില്ലേ? ദീപക് ചോദിച്ചു. ഉണ്ട്. അതാണ് എന്നെ പേടിപ്പിക്കുന്നത്. നമ്മുടെ ഈ സ്നേഹം ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയില്ല ദീപക്. ഇതിനപ്പുറം ഇനി വേറെന്തറ്റത്തേക്ക് പോകാനാണ്? അയാളുടെ ചോദ്യത്തിന് വേദന നിറഞ്ഞൊരു നോട്ടമായിരുന്നു അവളുടെ മറുപടി. അയാൾ അപ്പോൾ അവളുടെ ചുണ്ടുകളിൽ മൃദുവായി ഉമ്മവിച്ചു. ദീപക്. അവളുടെ ശരീരത്തിന്റെ ഭാരം അപ്പോൾ കൈകൾക്കുള്ളിൽ അയാൾക്ക് അനുഭവപ്പെട്ടു. അവൾ തളരുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ദീപക് അവളെ താങ്ങിപ്പിടിച്ച് അവളുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അയാൾ അവളെ മെത്തയിലേക്ക് കിടത്തി. അയാളുടെ കഴുത്തിനു ചുറ്റും കോർത്തു പിടിച്ച കൈകൾ അപ്പോഴും അവൾ അഴിച്ചില്ല. ദീപക്, അയാൾ മന്ത്രിക്കും പോലെ വിളിച്ചു. പ്രേമി. അയാൾ അവളെ അമർത്തി ചുംബിച്ചു.